തുടങ്ങാട്ടാ നമ്മുടെ പൂരം വിളംബരം കഴിഞ്ഞു. ഇനിയിപ്പോൾ ദേ അടുത്ത ചടങ്ങുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വരികയാണ്. എല്ലാവരും ഇങ്ങോട്ട് എത്തിക്കോ. തൃശ്ശൂർ പൂരത്തിനായിട്ട് തൃശ്ശൂർ ദേ ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങളും ഇവിടെ സെറ്റാണ്. മതേട്ടാ, അടുത്ത ചടങ്ങുകളൊക്കെ എന്ന് പറഞ്ഞെടുത്തേ. ഉഷാറാണ്. നാളെ കാലത്തൊട്ട് കണിമംഗലം ശാസ്താവിന്റെ വരവുണ്ട്. വെയിലും മഞ്ഞും തുടങ്ങണതിന് മുമ്പ് ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ്. ഇപ്പൊ തുറന്ന നമ്മുടെ തെക്കേ ഗോപുര നടയക്കൂടെ ശാസ്താവ് ഉള്ളിൽ കയറും. അത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണുണ്ട്. അത് കഴിഞ്ഞിട്ട് ഘടകപൂരങ്ങൾ ഓരോന്നായിട്ട് വരാണ്. ശ്രീധര 8 എണ്ണം ഉണ്ട്. 2 പേരുടെ ഒപ്പം 4 ആൾക്കാർ തിരുവമ്പാടിക്കും പാറമേക്കാവിനും. 8 ഘടകപൂരം. അതായത് കണിമംഗലം കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ ഒഴുക്കാണ്. ചെമ്പുക്കാവ്, പനമുക്കംപള്ളി, കാരമുക്ക്, ചൂരക്കോട്ടുകാവ്, അങ്ങനെ ലാലൂര്, അയ്യന്തോൾ, അങ്ങനെ ഒഴുക്കാണ്. എവിടെ നോക്കിയാലും പൂരാണ് ഇനി കാണാനുള്ളത്. അതായത് മേളമൊഴിയാത്ത പൂരരാവുകൾ, അതിനുള്ള തുടക്കമാണായിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ലിഷോയി മഠത്തിൽ വരവാണ്. അതിന് രാവിലെ 7:30 തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് എഴുന്നള്ളും. വഴിയിൽ ദേശക്കാരെല്ലാം അതൊരു കാണേണ്ട കാഴ്ചയാണ്. നീറാപ്പാറയും നിലവിളക്കും വെച്ച് അലങ്കരിച്ച് ഭഗവതിയെ ബ്രഹ്മസ്വമഠത്തിലേക്ക് യാത്രയാക്കും. പഞ്ചവാദ്യം കേട്ട് നിൽക്കുന്ന ഒരാൾ പോലും അതിനെ ആ കൈയൊന്നും നനക്കാതെ അവിടെ നിൽക്കാൻ പറ്റില്ല. അത് കഴിയുന്നതിന് തൊട്ട് പുറകെ തന്നെ ഇവിടെ തുടങ്ങുക എലഞ്ഞിത്തറ. തീർച്ചയായിട്ടും. അതായത് തിരുവമ്പാടിയുടെ പഞ്ചവാദ്യം കാലം ഏതാണ്ട് കൊട്ടി അവസാനിപ്പിച്ചാൽ പിന്നെ ശ്രീധരന് കുറച്ചിഷ്ടം അല്ലേ പഞ്ചവാദ്യവും പാണ്ടിമേളമൊക്കെ ആണെങ്കിലും ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ആളുകൾക്ക് പ്രത്യേക ഒരു ആവേശമാണ്. 2 മണിക്ക് അങ്ങ് തുടങ്ങി 4:30 വരെ എത്ര സമയം ഇങ്ങനെ നിൽക്കുന്നു എന്ന് കൊട്ടുന്നവരും അറിയില്ല. അതെ, ഏറ്റവും സിംഫണി എന്ന് ലോകപ്രശസ്തരായ ആളുകൾ പോലും പറയുന്നു. വിദേശികളടക്കം കാണാൻ വരുന്നതാണ്. പിന്നെ അങ്ങോട്ടാണ് ആ വാദ്യാഘോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദൃശ്യഘോഷമാണ്. തീർച്ചയായും അത് കുടമാറ്റം കഴിഞ്ഞ തവണ തെക്കോട്ടിറക്കി കഴിഞ്ഞാൽ കുടമാറ്റത്തിൽ മെസ്സിക്ക് വരെ ഇത്തവണ ആരൊക്കെയാണ്. ഇപ്പം നേരത്തെ വിജയേട്ടനും പറഞ്ഞ പോലെ മെസ്സിയാണ് കഴിഞ്ഞ വർഷം താരമായത്. ഇത്തവണ ആര് താരമാകും? എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാവും കുടമാറ്റത്തിൽ? അല്ല, മെസ്സിക്ക് ഒരു പകരം പാറമേക്കാവ് ഇത്തവണ എന്തായാലും കരുതി വെച്ചിട്ടുണ്ടാവും. അതാണ് അത് പറഞ്ഞ സസ്പെൻസ് പറയാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞാലും തീരുന്നില്ല. രാത്രി മുഴുവൻ ആഘോഷമാണ്. രാത്രി തീവെട്ടികളുടെ അകമ്പടത്തിൽ ആ വെളിച്ചത്തിൽ, വിസ്മയത്തിൽ, നെറ്റിപ്പട്ടത്തിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അവിടെ രാത്രിപൂരം, പാറമേക്കാവിന്റെ പഞ്ചവാദ്യം. നമ്മൾ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനെ കുറിച്ച് പറഞ്ഞു. അതിനോട് കിടപിടിക്കുന്ന ഒരു പൊടിക്ക് അങ്ങോട്ട് മേപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് രാത്രി പഞ്ചവാദ്യം. ഒരുപാട് കാഴ്ച ഭംഗികൾ, വർണ്ണങ്ങൾ, വിസ്മയങ്ങൾ, താളങ്ങൾ, മേളങ്ങൾ എല്ലാം ഒരുക്കി വയ്ക്കുകയാണ്. നാളത്തെ പകലും തുടർന്നുള്ള രാത്രിയും പിറ്റേന്നത്തെ പകലും.